ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് കഴിഞ്ഞ മുമ്പ് കണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കുന്നു പറഞ്ഞു. എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേ ഉള്ളൂ. എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമച്ചം മടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ, അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. നാണം കെട്ട് ഞാൻ രാവിലെ പറഞ്ഞു, അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട്. ആരുടെയും അടിയിൽ ഒളിക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും. അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത്. സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ. അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതും പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞു മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ? ഐഡിയ സ്റ്റാർസ് നടക്കുന്നുണ്ടല്ലോ, ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ, അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയതൊക്കെ ചെയ്തോ. പക്ഷെ പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മറ്റേതാ മഴയാ കോടയാ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യനെ കോമാളിയാക്കുന്നു. മോഹൻലാലിന്റെ അതിന്റെ കളിപ്പാവകളോ? കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? നിനക്കെതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും. കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാരൻ നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത്. ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 5 വിജയായിരുന്ന അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ 6 കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 6 കുറിച്ചൊന്നല്ല കേട്ടോ, ബിഗ് ബോസ് ഷോയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ആ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ആ വീഡിയോ ഫുള്ള് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. എന്ത് തന്നെ ആയാലും ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ആ ബിഗ് ബോസ് ഷോയിൽ നടക്കുന്ന പല കാര്യങ്ങളും, അതായത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ മനസ്സിൽ അവിടെ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിനുപരി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ബിഗ് ബോസ് ഷോയിൽ പണ്ടുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ ആ ഷോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഇത് ആടിനെ പട്ടിയാക്കുന്ന ഷോയാണ്. അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഡോക്ടർ റോബിൻ പുറത്തായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ റിയാസിനെ തള്ളി, അങ്ങനെ റിയാസിന് പരാതി ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹം പുറത്താവുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ദേഷ്യത്തിലാണ് ഡോക്ടർ റോബിൻ ബിഗ് ബോസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത് ആ ഒരു സീസണിൽ പങ്കെടുത്ത, അതായത് സീസൺ 5 ഒരു വിജയാണ് ഈ പറയുന്ന അഖിൽ മാരാർ. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അത് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥിയായിരുന്ന സിബിൻ പുറത്തായ സാഹചര്യത്തിനെ തുടർന്നാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഒരു പക്ഷേ കേൾക്കാത്തവർക്ക് ഞാൻ ഒന്നൊരു പറഞ്ഞു തരാം, വേറെ ഒന്നുമല്ല. അദ്ദേഹം പറയുന്നത് സിബിനെ പുറത്താക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആ ഒരു കാര്യങ്ങൾ, അത് സിബിനെ പുറത്താക്കിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ പല കാര്യങ്ങളും, നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ബിഗ് ബോസ് ഷോയിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്ന സിബിൻ പുറത്തു പോയതിനു ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹം പറയുന്നത് സിബിനെ മെന്റലി, അതായത് സിബിനെ ഒരു ഭ്രാന്തനാക്കാനുള്ള മരുന്ന് കൊടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ബൈപ്പോളർ ഡിസീസിനുള്ള മരുന്നൊക്കെ സിബിന് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ സിബിൻ അതായത് സിബിനെ ഒരു പുറത്താക്കാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിബിനെ ഇതൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ട് സിബിനൊന്നും പുറത്ത് വെളിയിൽ പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല, ചിലപ്പോൾ ശരിയാവാം, ശരിയാവാതിരിക്കാം, അത് അനുഭവിച്ചവർക്ക് കാര്യങ്ങൾ അറിയൂ. എന്നിരുന്നാലും ഒരാളെ ഭ്രാന്തനാക്കാനുള്ള മരുന്ന് നിർബന്ധിച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിബിന് എന്ത് കോൺട്രാക്റ്റ് ആണെങ്കിലും സിബിന് അത് ലീഗലി മുന്നോട്ട് പോകാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അദ്ദേഹത്തിന് അത് മറച്ചേക്കേണ്ട കലാരം നിർബന്ധിച്ചൊരിക്കലും നമ്മൾ അങ്ങനെ ഒരു മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ കോൺട്രാക്റ്റിൽ അങ്ങനെ ഒന്ന് എഴുതി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഒരിക്കലും വാലിഡ് ആയിരിക്കില്ല. അതുപോലെ തന്നെ പിന്നെ സിബിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, സിബിൻ നമുക്കറിയാം സിബിൻ വലിയൊരു തെറ്റൊന്നും ബിഗ് ബോസ് ഷോയിൽ ചെയ്തിട്ടില്ല. കാരണം പ്രൊവോക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുന്നു, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ആ ഒരു ഇത് കാണിച്ചു, നമ്മൾ കണ്ടാണ് നടുവീട്ടിൽ ഇങ്ങനെ കാണിച്ചു, തെറ്റാണ്. പക്ഷെ അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞു. എന്നാലും ലാലേട്ടൻ വന്ന് ആ ഷോയിൽ വന്നിട്ട് ലാലേട്ടൻ വന്ന ആ ഒരു എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഷൗട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു ഇത് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ സിബിനെ പവർ റൂമിൽ നിന്ന് ഇറക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ എടുത്ത് പിടിച്ചെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ ബിഗ് ബോസ് അന്ന് കാണിച്ചു വിട്ട കാര്യങ്ങളും കൊണ്ട് നമുക്ക് എന്തായാലും അഖിലിന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ ഭയങ്കരമായൊരു പ്രശ്നം അതിലും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരും ഉണ്ട് അവിടെ. പക്ഷെ അവരൊക്കെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പവർ റൂമിൽ നിന്ന് ഇറക്കി വിടുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അതൊരു ബിഗ് ബോസ്, അതൊരു പാർഷ്യാലിറ്റി തന്നെയാണ്. അത് ഞാൻ എന്തായാലും ബിഗ് ബോസിന് സപ്പോർട്ട് ഒരിക്കലും ചെയ്യില്ല, അത് പാർഷ്യാലിറ്റി തന്നെയാണ്. എന്താണെങ്കിലും അദ്ദേഹം ആ ഒരു സമയത്ത് മെന്റലി ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടാവാം. കാരണം നമുക്കറിയാം ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസണിൽ വൈൽഡ് കാർഡ് വഴി കയറിയതാണ്. അപ്പോൾ ബിഗ് ബോസിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പുറത്തു നിന്ന് കണ്ടാൽ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് എന്തൊക്കെയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം വളരെ വ്യക്തമായി കണ്ട് ഓരോരുത്തരെയും പഠിച്ച് മനസ്സിലാക്കിയാണ് അദ്ദേഹം അകത്ത് പോയത്. അപ്പോൾ ലാലേട്ടൻ വരുന്ന എല്ലാ എപ്പിസോഡിലും കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കാണ് നെഗറ്റീവ് ഉള്ളത് അവരൊക്കെ വിളിച്ചിട്ട് പ്രേക്ഷകർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സിബിൻ പുറത്തുനിന്ന് കണ്ടുവന്നാണ്. അപ്പോൾ സിബിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സിബിൻ ചിലപ്പോൾ തീർച്ചയായിട്ടും വിചാരിച്ച് കാണും എനിക്ക് നെഗറ്റീവാണ് പോയിട്ടുള്ളത്, പ്രേക്ഷക സപ്പോർട്ടെല്ലാം പോയി കാണും എന്ന് അദ്ദേഹം ഒരു പക്ഷേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പണ്ട് മെന്റലി ഒരു ട്രോമ ഉണ്ടായിരുന്നു, അതിൽ 1 വർഷം എടുത്തിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നെല്ലാം സിബിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു സംസാരവും ബിഗ് ബോസ് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് പവർ റൂമിൽ നിന്ന് പുറത്താക്കുന്നു ഇതെല്ലാം അദ്ദേഹത്തിൽ പെട്ടെന്നൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കി കാണണം. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഇവിടുന്ന് പോകണം എന്നൊക്കെ പറയുന്നത്. എന്തായാലും അത് ബിഗ് ബോസ് പറയിപ്പിക്കുന്ന ഒരു കാര്യമല്ല, നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. ബിഗ് ബോസ് പക്ഷെ ഒരുപാട് അദ്ദേഹത്തിന് പ്രഷർ കൊടുത്തിട്ടുണ്ട്, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് താങ്ങാൻ പറ്റാണ്ട്, അതായത് പുറത്ത് എനിക്ക് നെഗറ്റീവായി പോയി അങ്ങനെയൊക്കെ ഒരുപാട് മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം എനിക്ക് പേടിയാവുന്നു, എനിക്ക് ആരൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് അതായത് ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്കാണ് അദ്ദേഹം പോയത്. ഒരു പക്ഷേ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്, ഒരു പക്ഷേ അവർ മരുന്ന് കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ആൻറ്റി ആങ്സൈറ്റി അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രഷൻ ഡ്രഗ്സ് എന്തെങ്കിലും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവാം. സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരാളെ ഭ്രാന്തനാക്കാൻ പറ്റും, അത് ആ ഒരു ഇതിനോട് എനിക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു മരുന്ന് കൊടുത്തുകൊണ്ട് ഒരാൾ ഭ്രാന്തനായി പോകും, ആ ഒരു ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിർബന്ധിച്ച് അങ്ങനെ ഒരാൾക്ക് മരുന്ന് കൊടുക്കാനും കഴിയില്ല. പിന്നെ അദ്ദേഹത്തോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് കൊടുത്തത്, എന്ത് മെഡിസിനാണ് കൊടുത്തതെന്നൊന്നും നമുക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ അഖിൽമാരാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ, അതായത് അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു 1 മുതൽ 5 സീസൺ വരെ നിന്നിരുന്ന ഡയറക്ടർ അർജുൻ ആ സീസൺ വിട്ട് പോയി. അതുപോലെ വേറെ റുബീന എന്നൊരു പറയുന്ന ലേഡിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരും ആ സീസണിൽ അതായത് ഈ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായതാണ്. അപ്പോൾ ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന 2 പേരാണ്, അല്ലെ എല്ലാവരും അല്ല അദ്ദേഹം പറയുന്നത്, തലപ്പത്തിരിക്കുന്ന 2 പേരാണ് ഇതിന് കടിഞ്ഞാൻ പിടിക്കുന്നത് എന്നും ആരൊക്കെ ജയിക്കണം, അതായത് ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരൊക്കെയാണ് വിന്നർ ആവേണ്ടത്, റണ്ണറപ്പ് ആരൊക്കെയാണ് ആവേണ്ടതെന്ന് ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ അതൊക്കെ ഒരു പരിധിവരെയും ശരിയാവാം. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ പോലും, അതായത് മുമ്പത്തെ മത്സരാർത്ഥികൾ പോലും സ്ത്രീകൾക്ക് അവിടുന്ന് അവരുടെ കൂടെ പോയി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പൈസ ഇപ്പം നമുക്കിപ്പോൾ ഒരു 50 ലക്ഷമാണ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ ഇത്ര ഷെയർ അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരായിട്ട് ഒരു എഗ്രിമെൻ്റ് ഒക്കെ പേഴ്സണലി, കോൺട്രാക്റ്റ് അല്ല, അവരായിട്ട് പേഴ്സണൽ ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് ആ ഷോയിൽ പലരും പോയിരിക്കുന്നത്. ഈ അഖിൽമാരാരുടെ കൂടെ സീസണിൽ ഉണ്ടായിരുന്ന പല മത്സരാർത്ഥികൾക്കും അദ്ദേഹത്തിൻ്റെ 2 ഇരട്ടി ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ആ ശമ്പളം ആ ഒരു കരാറ് കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര സാലറി തരും,
നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര വെച്ച് കിട്ടും, പക്ഷേ നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇത്ര ശതമാനം നമ്മൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതോടൊപ്പം അതൊക്കെ നോക്കി സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു വിഷമമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, അതായത് മത്സരാർത്ഥികൾ പലവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയില്ല ആർക്കാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ആ 1 മുതൽ ഈ ഒരു സീസൺ വരെയുള്ള ലേഡീസിനെ മുഴുവനും അത് ചെറിയൊരു രീതിയിലെങ്കിലും ബാധിക്കാതിരിക്കില്ല. കാരണം അതിൽ ആരാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അത് സത്യമാണോ നമുക്കൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് ഈ ഒരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തായാലും അതൊരു ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ ഈ ബിഗ് ബോസ് ഷോയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നു, അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ആൾക്കാർ പുറത്തു പോവുകയൊക്കെ ചെയ്യുമ്പോൾ, അതായത് പല നടപടികൾ എടുക്കുമ്പോൾ പലർക്കും പോസിറ്റീവായിട്ടും, അതായത് നല്ല പോസിറ്റീവായി പോകുന്ന ആൾക്കാർക്ക് എതിരെയും നടപടി എടുക്കുന്ന കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകരടക്കം ചിന്തിച്ചിട്ടുണ്ട്, ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ബിഗ് ബോസിന് പ്രത്യേക ഇഷ്ടമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ നമ്മൾക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അഖിൽ പറഞ്ഞത്. അതൊക്കെ വളരെ ശരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാബുമോനെ പോലുള്ളവർക്ക്, അല്ലെങ്കിൽ എന്നെ പോലെ, എന്നെ മീൻസ് ഞാനല്ല, അഖിൽ മാരാറിനെ പോലുള്ളവർക്കൊക്കെ പിന്നെ ഒരു വിജയിക്കാനായിട്ട് ബിഗ് ബോസ് ഒരിക്കലും കൂടെ നിൽക്കില്ല. പല പ്രാവശ്യവും അഖിലിനെ പുറത്താക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, എങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടെ പിടിച്ചു നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അഖിലിനെ പുറത്താക്കി അവിടെ അവർ പ്രതീക്ഷിച്ച ഒരാളുണ്ടായിരുന്നു, ആൾക്ക് വിന്നറാക്കാൻ വേണ്ടി അവർ ഒരുപാട് പാടുപെട്ടിരുന്നു എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷെ ശരിയായിരിക്കും. അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മള് ആ ഒരു വീഡിയോയിൽ കാണുന്ന ഇപ്പൊ എന്താണ് നമ്മളെ കാണിക്കുന്നത് നമുക്ക് അത് മാത്രമല്ല, അതിനകത്ത് പിന്നീടും പല കാര്യങ്ങളും, ഒരുപാട് ക്യാമറകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഫുള്ള് എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഇപ്പൊ ജാസ്മിനോടുള്ള ചില ഇഷ്ടങ്ങൾ കാണുമ്പോൾ പല ആൾക്കാരുടെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞിട്ടൊന്നും പറയണ്ട, ഞാൻ ഒരാളുടെ പേര് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അങ്ങനെ പല ആളുകൾക്കും ഫേവറായിട്ടും ബിഗ് ബോസ് ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ പുറത്താക്കപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ബിഗ് ബോസിനും ഒരു പ്രത്യേക ആൾക്കാരോട് ഇഷ്ടമുണ്ടോ എന്നുള്ളൊരു തോന്നൽ, അത് സ്വാഭാവികമാണ്, അത് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ബിഗ് ബോസ് ഇപ്പം മാരാർ പറഞ്ഞതിനോട് യോജിക്കുന്ന പല കാര്യങ്ങളും ഹിന്ദിയിൽ നടന്നിട്ടുള്ളതായിട്ട് നമ്മൾ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്. അത് മനീഷ് റാണി പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ ഓഡീഷന് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് ഒരാൾ വിളിക്കുന്നു, അവിടെ ചെല്ലുന്നു, പിന്നെ നിർബന്ധിച്ച് അയാളെന്തോ ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നപ്പോഴേക്കും അവരവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഹിന്ദിയിൽ നടന്നിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ നടന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല ലേഡീസ് മത്സരാർത്ഥികൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അത്രയും ഉറപ്പിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കാണും, അല്ലെങ്കിൽ അത് അനുഭവിച്ച വ്യക്തികൾ അദ്ദേഹത്തോട് ആ ഒരു അവസ്ഥ പങ്കുവച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു കാര്യം പറയുക അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. കാരണം പുള്ളിക്ക് നല്ല ലോക പരിജ്ഞാനമൊക്കെ ഉള്ള മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ എത്രമാത്രം അതിന്റെ പിന്നിൽ ഭവിഷ്യത്തുകൾ ഉണ്ടെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷെ അത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അതിൽ ഒന്നിനും ഇല്ലാത്ത പല ലേഡീസ് മത്സരാർത്ഥികൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല. അപ്പൊ എന്താണോ അവിടെ നടക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ 2 പേരെ കുറിച്ചാണ്, പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഈ 2 പേരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, ബാക്കി ആരെ കുറിച്ചും പറയുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്കിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റിൽ, അതായത് ഇപ്പൊ എന്റെ സിനിമയെ തന്നെ ബാധിക്കും, എനിക്കൊരു സിനിമ കിട്ടുന്നില്ല എന്ന് വരാം, എന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ അത്രയും ചങ്കുറ്റത്തോട് തുറന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ലാതെ അവിടെ എന്തായാലും അദ്ദേഹം അത്രയും മാത്രം വ്യക്തമായിട്ട് ഇതൊന്നും പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ലാലേട്ടനെ കുറിച്ചും പറയുന്നുണ്ട്. ലാലേട്ടൻ അവരുടെ ഒരു കളിപ്പാവ് പോലെയാണ് ലാലേട്ടനെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാലോ. ഇപ്പൊ ഈ സിബിനെ കുറിച്ച് തന്നെ പറഞ്ഞു, സിബിനും ഈ പുറത്ത് പല കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല, കാരണം സിബിന്റെ കോൺട്രാക്ട് ആണ്. അതിൽ അഖിൽ മാരാറുടെ അടുത്തും ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത്, നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ എന്ത് കോൺട്രാക്ട് ആണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇതിപ്പോ കോൺട്രാക്ട് ഉണ്ടാക്കിയ ആൾക്കാർക്കും അതിൽ സൈൻ ചെയ്ത ആൾക്കാർക്കും മാത്രമാണ് അതിന്റെ കോൺട്രാക്റ്റിനെ കുറിച്ച് അറിയുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു കോൺട്രാക്ട് ഒക്കെ ഉണ്ടോ? അതും മരുന്ന് നിർബന്ധിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഭ്രാന്തനാക്കാനായിട്ട് ചെയ്തിട്ട് പോലും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോൺട്രാക്ട് എന്താണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അഖിലിനോടത്തും പറഞ്ഞിട്ടുണ്ട് 1 ഇയർ നമ്മളിങ്ങനെ കോൺട്രാക്ട് ഉണ്ട്, അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും പറയരുതെന്നൊക്കെ അഖിലിനോടും പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനും, അദ്ദേഹം അവിടെ ഒരു ആങ്കറാണ്, അല്ലാണ്ട് അതിന്റെ ആ ഒരു ആങ്കറായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിനും ചിലപ്പോൾ ഒരുപക്ഷെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, ഇത് ഫുള്ള് ചിലപ്പോൾ ഇരുന്ന് കാണുന്നുണ്ടാവില്ല, അവർക്കൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടാവാം. അത് സിനിമയിൽ അങ്ങനെ തന്നെയാണല്ലോ, അഭിനയിക്കുന്നത് പോലെ സ്ക്രിപ്റ്റ് വായിച്ച് അദ്ദേഹം ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ
ബിഗ് ബോസ് എഴുതി കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, അതെന്താണോ ഇപ്പോൾ എഴുതി കൊടുക്കുന്നത് അദ്ദേഹം വായിക്കുന്നു, അത് വന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ഓരോ കണ്ടസ്റ്റന്റിനെ വിളിച്ച് സിബിൻ അല്ലെങ്കിൽ റോബിൻ അല്ലെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് ജിൻഡോ എന്നൊക്കെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ലാലേട്ടൻ പോലും ചിലപ്പോൾ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം വെച്ച് നോക്കിയിട്ട്. അപ്പോൾ അദ്ദേഹം വരുന്ന, പക്ഷെ നമ്മളെന്താ ലാലേട്ടൻ പോലും പറഞ്ഞില്ല, ഞാനും അടക്കം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ വരുമ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും, അവർ നിർത്തിപ്പൊരിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് എന്താണോ സ്ക്രിപ്റ്റഡ് എഴുതി കൊടുക്കുന്നത് അത് അദ്ദേഹം ഒരു ആങ്കറാണ്, അദ്ദേഹം വരുന്നു വായിക്കുന്നു പോകുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു, പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതുപോലത്തെ ഇങ്ങനെ ഒരു നിലവാരമില്ലാത്തൊരു കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ലാലേട്ടനെ പോലെ ഉള്ളൊരു നല്ലൊരു നടൻ അദ്ദേഹത്തിന്റെ പേര് കളഞ്ഞു കുടിക്കുകയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പോലും ആ ഒരു ഇതിൽ നിന്ന് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ആ ഒരു ഷോയിൽ എന്താണ് കറക്റ്റ് നടക്കുന്നതെന്ന് വെച്ചിട്ടാണ്, ആ ഒരു ജെനുവിനായിട്ടാണ് ആ ഒരു ഷോ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റഡ് വന്ന് വായിച്ച് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് കളയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും വളരെ വ്യക്തതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചും കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഈ അഖിൽമാരെ ഇത്ര മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കഴമ്പില്ലാണ്ട് അദ്ദേഹം വന്ന് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല, ഈ ഒരു 100 ദിവസം ബിഗ് ബോസ്, ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ നിന്നൊരാളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തത ഉണ്ടാകും. മാത്രമല്ല അവർ പല മത്സരാർത്ഥികളുമായിട്ടും ഇപ്പം നല്ല ടേംസിലും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനൊരു കാര്യങ്ങൾ ഇത്രയും ഇതായിട്ട് പുറത്ത് വിട്ടത്. പക്ഷെ സിബിന് അങ്ങനെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സിബിനെ ഭ്രാന്തനാക്കി പുറത്താക്കണം എന്നൊക്കെ ഉദ്ദേശിച്ച് ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. കാരണം നമ്മൾ ഈ വീഡിയോ കണ്ട്, നമ്മൾ ഈ ഷോ കണ്ട്, വീഡിയോ കണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഖിൽമാരാർ പറയുന്നുണ്ട് പ്രേക്ഷകർ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, കാരണം ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ പ്രേക്ഷകർ എന്താണോ വോട്ട് ചെയ്യുന്നത് ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിജയെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ പ്രേക്ഷകരെ കൂടുതൽ സപ്പോർട്ടുള്ള ആൾക്കാർ, അപ്പം അവർക്ക് ഇപ്പോൾ ഒരാളെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ കൂടുതൽ സപ്പോർട്ടുള്ള ആളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ശ്രമിക്കും, പല ഇതും ചെയ്യുമെന്നാണ് അഖിൽ പറയുന്നത്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് അഖിലവിടെ പിടിച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് അഖിലിന് ഒരു കപ്പ് കിട്ടിയതെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ലെങ്കിലും പ്രേക്ഷകർ വോട്ടിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ പ്രേക്ഷകരെയും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരെയും അതുപോലെ തന്നെ ഈ എല്ലാവരെയും ഒരു വിഡ്ഢികളാക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പം റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരുന്ന് കാണുന്നില്ല. അവിടെ 70 ക്യാമറ 75 ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്നു, അവിടെ ഒന്നും ഒരു ഇതുമില്ല, എല്ലാ കാര്യങ്ങളും പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രേക്ഷകരെയും പറ്റിച്ചിട്ടാണ് നമ്മളിത് വീഡിയോ കാണുന്നു. അപ്പോൾ നമുക്ക് അതിൽ ജെനുവനാണെന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ചില കാര്യങ്ങൾ പലരും പറയുന്നത്, പുറത്തിറങ്ങിയ പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ അവിടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല. നമ്മൾ എന്താണോ അതായത് പുറത്ത് വരാൻ, അതായത് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അവരുടെ അപ്പം പുറത്താക്കേണ്ട ആൾക്കാരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് വിട്ടിട്ട് പ്രേക്ഷകരിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും തന്നെ ഇതിനൊരു എന്താ പറയുക, ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. അപ്പം ബിഗ് ബോസ് ഇപ്പം എന്തായാലും ഈ ഒരു വീഡിയോ അഖിൽമാരാരുടെ ഈ ഒരു വീഡിയോ വൈറലായ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു മറുപടിയായിട്ട് ആ ഒരു ടീം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പിന്നെ ഇത് കോടതി ഇടപെട്ട ഇപ്പം നമ്മൾ പല ഇതിലും കാണുന്നുണ്ട്, കോടതി ഇടപെട്ട് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമാണോ, അതൊക്കെ അന്വേഷിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ എന്നിരുന്നാലും ഇപ്പം നമ്മൾ സിനിമ കാണുന്നുണ്ട്, സീരിയൽ കാണുന്നുണ്ട്, അപ്പോൾ ഇതുപോലെ ഒരുപാട് റിയാലിറ്റി ഷോ ഉണ്ട്, സ്റ്റാർ സിംഗേഴ്സ്, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് നമ്മളെല്ലാവരും എൻ്റർടൈനായിട്ട് നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് നമ്മൾ വോട്ട് ചെയ്യുന്നതൊക്കെ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടങ്ങളാണ്. പക്ഷേ നമ്മൾക്ക് അപ്പം നമ്മളോടും ഒരു എന്താ പറയുക, ഒരു ചീറ്റിംഗ് ആണോ അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ലാലേട്ടനെ കുറേ കുറ്റം പറയുന്നത്, അപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ അടുത്ത് കുറ്റം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഒരു ആങ്കറായിട്ട് വരുന്നു, അവർ പറയുന്ന സ്ക്രിപ്റ്റഡ് അദ്ദേഹം പറയുന്നു, അവിടെ നിന്ന് പറയുന്നു ഒരു ബ്രേക്ക് എടുക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത എന്താണ് പറയേണ്ടതെന്ന് വായിക്കാൻ പോയതായിരിക്കാം, ഒരു പക്ഷേ അറിയില്ല. അല്ലാണ്ട് ഫുൾ അത് കണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് പറയുന്നതെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരെ അതായത് മനസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചില സമയങ്ങളിൽ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സ്ക്രിപ്റ്റഡ് ആവാം. എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഈ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ തെറ്റ് തന്നെയാണ്. നമ്മളൊക്കെ ഇത് റിയാലിറ്റി ഷോ, അപ്പോൾ ഇന്ന് റിയാലിറ്റി ഷോ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രത്യേകം ആൾക്കാരുടെ ഒരു ഇഷ്ടത്തിനുള്ള ഷോയുടെ പേര് തന്നെ മാറ്റേണ്ട അവസ്ഥയാണ്.
അപ്പോൾ എന്താണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് അന്വേഷിച്ച് ഇതിനൊരു ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇത് പല മത്സരാർത്ഥികളെയും ലേഡീസിനെയൊക്കെ അവിടെ ഇതിന് വന്ന ആൾക്കാരെയൊക്കെ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് പൂർണ്ണമായിട്ടും അഖിൽ മാരാറിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം 100 ദിവസം അവിടെ നിന്നാണ്. അതുപോലെ ഡോക്ടർ റോബിൻ പറഞ്ഞപ്പോൾ എപ്പോഴും എല്ലാവരും ഡോക്ടർ റോബിനെ കുറെ ചീത്ത പറഞ്ഞു, അവിടെ നിന്ന് പുറത്താക്കേണ്ട ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പല ആൾക്കാരും എനിക്ക് തോന്നുന്നത് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടായിട്ട് മടിഞ്ഞിരിക്കുന്നവരായിരിക്കാം. എന്തായാലും ഷോ കഴിഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും ആവാം. പക്ഷെ സിബിന്റെ ഒരു കാര്യത്തിൽ സിബിൻ ഇങ്ങനെ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അഖിൽ മാരാർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇപ്പോൾ അഖിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരിക്കലും അതായത് അഖിൽ പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റാണ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗം ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കൂടുതൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ കൂടുതൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും ഇതൊക്കെ കാണാറുണ്ട്. അപ്പൊ നമുക്കും പല സമയത്തും തോന്നിയ പല കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഷോയിലൂടെ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നുള്ളത് ഈ ബിഗ് ബോസിൽ നിൽക്കുന്നവർക്കും പിന്നെ ഈ പറയുന്ന ആൾക്കാർക്കും മാത്രമേ കറക്റ്റ് അറിയുള്ളൂ. അപ്പൊ അതിനൊക്കെ ഒരു വ്യക്തത വരട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ വോട്ടുകൾ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ പൊട്ടന്മാരാക്കാൻ പാടില്ലല്ലോ. കാരണം നമ്മളിപ്പം ആ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു. അപ്പോൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ അവരെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ്. കാരണം റിയാലിറ്റി ഷോ എന്നാണ് പേര്. അപ്പോൾ റിയാലിറ്റി ഷോ ആണെങ്കിൽ ഒരു ജെന്യുവനായിട്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആവും കാര്യങ്ങൾ നോക്കാം. കാരണം ഈ ഒരു വീഡിയോ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ അതായത് അവർക്കും എന്തായാലും പറയാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പിന്നീട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്കും പല വിയോജിപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.